ഹൈപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ശരിക്കും പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ടു ന്യൂക്ലിയർ ഫിസിക്സ് ഒരു സെക്ഷൻ പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. അതായത് പാർട്ടിക്കിൾ ഫിസിക്സ് സ്പെസിഫൈ ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഹെഡിങ്ങിലേക്ക് പോവാം. Introduction to particle physics. It is a branch of physics that studies the elementary subatomic constituent of matter and radiation and the interactive relationship between them. ഇപ്പോൾ പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സിൽ സംസാരിക്കുമ്പോൾ ന്യൂട്രോണുകളെയും പ്രോട്ടോണുകളെയും അതായത് ന്യൂക്ലിയോണുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പാർട്ടിക്കിൾ ഫിസിക്സിൽ വരുമ്പോൾ ഒത്തിരിയായിട്ടുള്ള പാർട്ടിക്കിളുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ഇലക്ട്രോണിനെ കുറിച്ച് സംസാരിക്കും, അതുപോലെ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും ഇവിടെയും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ കയോണുകൾ, പയോണുകൾ, ഈറ്റ മെസോണുകൾ, ഒമേഗ, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ടിക്കിളുകളെ രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ഫ്ലോ ചാർട്ട് അതുപോലെ തന്നെ നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയെടുക്കണം, കറക്റ്റായിട്ട് പഠിക്കണം. കാരണം ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിനെ എല്ലാം കൂടി കാണാപ്പാടം പഠിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഫ്ലോ ചാർട്ട് വരച്ചുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലിയെക്കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അല്ലേ. ഇപ്പോൾ അച്ഛൻ, അമ്മ, അപ്പോൾ അച്ഛൻ്റെ ബാക്കിയുള്ള കുടുംബക്കാരെ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് അച്ഛനിൽ നിന്ന് കണക്ട് ചെയ്ത് അങ്ങോട്ട് പോകാം. അമ്മയുടെ കുടുംബക്കാരെ നമുക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ പോകാം എന്ന് പറയുന്ന പോലെ എലമെൻ്ററി പാർട്ടിക്കിളുകൾ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിലൊന്നാമത്തതാണ് ബോസോണുകൾ, മറ്റൊന്ന് ഫെർമിയോണുകളാണ്. ഈ ബോസോണുകളെയും ഫെർമിയോണുകളെയും കുറിച്ച് അവയുടെ പ്രോപ്പർട്ടീസും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റും ഒക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവയുടെ ഇൻട്രാക്ഷനും ക്ലാസിഫിക്കേഷനും മാത്രമാണ് പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ അത് സംസാരിക്കാനുള്ളത്. അപ്പോൾ ബോസോണുകൾ എടുക്കുകയാണെങ്കിൽ ബോസോണുകളെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫോട്ടോൺ, ഗ്രാവിറ്റോൺ, പയോൺ, കയോൺ, ഈറ്റ മെസോണുകൾ. എന്താണ് ഫോട്ടോൺ? ആ ഓർഡർ തന്നെ പഠിച്ചു പോകണം. ഫോട്ടോണും ഗ്രാവിറ്റോണും അവിടെയുണ്ട്. പിന്നെയുള്ളത് പയോണുകൾ, കയോണുകൾ, അതുപോലെ തന്നെ ഈറ്റ മെസോണുകൾ. ഏതൊക്കെയാണ്? പയോൺസ്, കയോൺസ് ആൻഡ് ഈറ്റ മെസോൺസ്. ഇതിനെയാണ് നമ്മൾ ബോസോണുകൾ എന്ന് പറയുന്നത്. എന്താണ് ബോസോണുകൾ? ഇപ്പൊ തന്നെ പഠിച്ചോളൂ. ഫോട്ടോൺ, ഗ്രാവിറ്റോൺ, ഇത് ഭയങ്കര രസമാണ് പറയാൻ. പയോൺ, കയോൺ, ഈറ്റ മെസോൺ. എന്താണ് പയോൺ, കയോൺ, ഈറ്റ മെസോൺ? പയോണുകൾക്കൊക്കെ മൂന്ന് ആളുകളെ റെപ്രസെന്റ് ചെയ്യാം. പൈ പ്ലസ്, പൈ സീറോ, പൈ മൈനസ്. കണ്ടോ? കയോണുകളാണെങ്കിൽ കെ പ്ലസ്, കെ സീറോ. ഇപ്പൊ നമുക്ക് ആന്റി പാർട്ടിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പൈ പ്ലസ് എടുക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് പൈ മൈനസ്. കണ്ടോ? ഇപ്പൊ കെ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് കെ ബാർ. കണ്ടോ? ഇനി കെ സീറോ എടുത്തു കഴിഞ്ഞാൽ കെ സീറോയുടെ ആന്റി പാർട്ടിക്കിൾ കെ സീറോ ബാർ. പക്ഷെ എല്ലായിടത്തും ഇപ്പൊ ഇവിടെ പൈ സീറോ ഉണ്ട്, പൈ സീറോ ബാർ വരയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ മൂന്നാളുകളെ ഉള്ളൂ നമുക്ക്. ഏതൊക്കെയാണ്? പൈ പ്ലസ്, പൈ സീറോ, പൈ മൈനസ്. ഇവയെ വിളിക്കുന്ന പേരെന്താ? പയോണുകൾ. എന്താണ്? പയോൺസ്. ഇനി കയോണുകളോ? കെ പ്ലസ്, കെ ബാർ, കെ സീറോ, കെ സീറോ ബാർ. ഇതിനെ പറയുന്ന പേരാണ് കയോൺസ്. ദെൻ ഫൈനലി ഈറ്റ മെസോണുകൾ. എന്താണ്? ഈറ്റ മെസോൺസ്. ഓക്കെ. ഇനി ഈ ഫെർമിയോണുകളെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ആ ഡിവിഷനാണ് ലെപ്റ്റോണുകളും അതോടൊപ്പം തന്നെ ബാരയോണുകളും. ഏതൊക്കെയാണ്? ലെപ്റ്റോണുകളും ബാരയോണുകളും. അപ്പൊ ഈ ലെപ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആയിട്ടുള്ള ആളുകളുണ്ട്. കണ്ടോ? ഇ ബാർ, മ്യൂ ബാർ, ടോ ബാർ, ഇ പ്ലസ്, മ്യൂ പ്ലസ്, ടോ പ്ലസ്. ഓക്കെ, അതെങ്ങനെയാണ് അങ്ങനെ എഴുതുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തത് ഇ പ്ലസ്, മ്യൂ പ്ലസ്, ടോ പ്ലസ്. ഓക്കെ, ഇനി ഇ ബാറ്, മ്യൂ ബാറ്, ടോ ബാറ്. കണ്ടോ? ഇ പ്ലസ്, മ്യൂ പ്ലസ്, ടോ പ്ലസ്. ഇ ബാറ്, മ്യൂ ബാറ്, ടോ ബാറ്. ബേസിക് ആണ്. ഇത് പാർട്ടിക്കിളും ഇത് അതിൻ്റെ ആന്റി പാർട്ടിക്കിളുകളും. കണ്ടോ? ഇ പ്ലസ് ആണെങ്കിൽ ഇ മൈനസ്, അതുപോലെ തന്നെ മ്യൂ പ്ലസ് ആണെങ്കിൽ മ്യൂ മൈനസ്, അതുപോലെ ടോ പ്ലസ് ആണെങ്കിൽ ടോ മൈനസും. ഓക്കെ, ഇനി ന്യൂട്രിനോസ് ഉണ്ട്. ഇവയ്ക്ക് എല്ലാത്തിനും നമുക്ക് ന്യൂട്രിനോണുകൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ന്യൂ ഇ, ന്യൂ മ്യൂ, അതുപോലെ ന്യൂ ടോ.
ഇനി ഇതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ എന്താണ്? ന്യൂ ഇ ബാറ്, ന്യൂ മ്യൂ ബാറ്, അതുപോലെ ന്യൂട്ടോ ബാറ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? ഇലക്ട്രോ ന്യൂട്രീനോ. ഇതെന്താ? മ്യൂ ന്യൂട്രീനോ. ഈ ന്യൂ എന്ന് വെച്ചാൽ ന്യൂട്രീനോയാണ്, ന്യൂട്രീനോ. ഓക്കെ, അപ്പോൾ ന്യൂട്രീനോ പല വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഇലക്ട്രോ ന്യൂട്രീനോയാണ് ന്യൂ ഇ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. മ്യൂ ന്യൂട്രീനോയാണ് മ്യൂ ഇ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് ടോ ന്യൂട്രീനോയാണ് നമ്മൾ മ്യൂ ടോ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഇലക്ട്രോ ന്യൂട്രീനോയുടെ ആൻറ്റി പാർട്ടിക്കിളാണ് ഈ ന്യൂ ഇ ബാർ. ഇനി മ്യൂ ന്യൂട്രീനോയുടെ ആൻറ്റി പാർട്ടിക്കിളാണ് എന്ത്? ന്യൂ മ്യൂ ബാർ. ടോ പാർട്ടിക്കിളിന്റെ ആൻറ്റി പാർട്ടിക്കിളാണ് എന്ത്? ന്യൂട്ടോ ബാർ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ വേണം പഠിക്കാൻ. ഒന്നുകൂടെ എഴുതാം. ബേസിക് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് ഇലക്ട്രോൺ, പ്ലസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അവിടെ പ്ലസ് ഉണ്ടെന്നാണ് അർത്ഥം. ഇലക്ട്രോൺ, മ്യൂ പാർട്ടിക്കിൾ, ടോ പാർട്ടിക്കിൾ. ഇനി ഇതിൻ്റെ എല്ലാം ബാർ ഇട്ട പാർട്ടിക്കിൾ. ഈ ബാറ്, മ്യൂ ബാറ്, ടോ ബാറ് അല്ലേ? ഇനി ന്യൂട്രിനോസ് ആണ്. ന്യൂ ഇ, ന്യൂ മ്യൂ, ന്യൂ ടോ. ആൻറ്റി പാർട്ടിക്കിൾ ന്യൂ ഇ ബാർ, ന്യൂ മ്യൂ ബാർ, ന്യൂ ടോ ബാർ. കണ്ടോ? അപ്പോൾ പാർട്ടിക്കിള്, അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിള്, ഇതിൻ്റെ തന്നെ ന്യൂട്രിനോ ഫോമാണിത്. ആ ന്യൂട്രിനോ ഫോമിൻ്റെ ആൻറ്റി ന്യൂട്രിനോ ഫോമുകൾ കണ്ടോ? അപ്പോൾ 3 3 6 9 അല്ലേ? 12 ആളുകൾ നമുക്ക് അവിടെ എഴുതാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടോ? അപ്പൊ ലെപ്റ്റോണുകൾ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 3 എണ്ണം, ഇത് 3 എണ്ണം, ഇത് 3 എണ്ണം, ഇത് 3 എണ്ണം. സോ ടോട്ടലി 12 ആളുകൾ നമുക്ക് ലെപ്റ്റോണുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് പാർട്ടിക്കിളുകളും അവയുടെ ആന്റി പാർട്ടിക്കിളുകളും ചേർത്തിട്ടാണ് നമ്മൾ 12 എന്ന കൗണ്ടിലെത്തുന്നത്. ദേ ആർ നോൺ ആസ് ലെപ്റ്റോൺസ്. ബാരയോണുകൾ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് എന്തിന്റെ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്? എലമെന്ററി പാർട്ടിക്കിളുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ബോസോണുകളും അതോടൊപ്പം തന്നെ ഫെർമിയോണുകളും. ബോസോണുകൾ എന്ന് പറയുമ്പോൾ ഫോട്ടോണും ഗ്രാവിറ്റോണും, പയോൺ, കയോൺ, ഈറ്റാ മെസോൺ. ഫോട്ടോൺ, ഗ്രാവിറ്റോൺ. പയോൺ എന്ന് പറയുമ്പോൾ പൈ പ്ലസ്, പൈ സീറോ, പൈ മൈനസ്. കയോൺ എന്ന് പറയുമ്പോൾ കെ പ്ലസ്, കെ ബാറ്, കെ സീറോ, കെ സീറോ ബാറ്. ഈറ്റാ മെസോണുകൾ പറയുമ്പോൾ ഈറ്റ. ദെൻ അതിനുശേഷം നമ്മൾ ഫെർമിയോണുകളിലേക്ക് വരുന്നു. ഫെർമിയോണുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ലെപ്റ്റോണും മറ്റൊന്ന് ബാരയോണുകളും. ലെപ്റ്റോണുകൾ എന്ന് പറയുമ്പോൾ ഇ പ്ലസ്, മ്യൂ പ്ലസ്, ടോ പ്ലസ്, മ്യൂ ബാറ്, ഇ ബാറ്, ടോ ബാറ്. അതോടൊപ്പം തന്നെ താഴത്ത് നമുക്ക് ന്യൂ ഇ, ന്യൂ മ്യൂ, ന്യൂ ടോ, ന്യൂ ഇ ബാറ്, ന്യൂ മ്യൂ ബാറ്, ന്യൂ ടോ ബാറ്, അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ എല്ലാം കൂടി ചേർത്ത് 12 ആളുകളാണ് ലെപ്റ്റോണിൻ്റെ അകത്ത് വരുന്നത്. ബാരയോണുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് വീണ്ടും നമുക്ക് ഡിവിഷൻ കൊടുക്കാൻ സാധിക്കും. പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഹൈപ്രോണുകൾ. എന്താണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഹൈപ്രോൺ. പ്രോട്ടോൺ നോക്കിയേ, പി പ്ലസും പി മൈനസും. ഓക്കെ. ന്യൂട്രോൺ ആണെങ്കിൽ N0 ആൻഡ് N0 ബാർ. കേട്ടോ? ഇപ്പം N എന്ന് എഴുതിയിട്ട് N ബാർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. N ഉം N ബാറും കുഴപ്പമില്ല. നമ്മൾ ചാർജ് ലെസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ N0 ടേം റെപ്രസെന്റ് ചെയ്യുന്നത്. സോ N0യും അതുപോലെ തന്നെ N0 ബാറും. ദെൻ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ഹൈപ്രോണുകളാണ്. അപ്പോൾ ഫെർമിയോണുകളെ നമ്മൾ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു? ലെപ്റ്റോണുകളും ബാരയോണുകളുമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ലെപ്റ്റോണുകൾ 12 ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പിന്നീട് വരുന്നത് ബാരയോൺസിലാണ്. ബാരയോൺസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണുകളുണ്ട്, ന്യൂട്രോണുകളുണ്ട്, ഹൈപ്രോണുകളുണ്ട്. അപ്പോൾ എന്താണ് ഈ ഹൈപ്രോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാ ഈ കാണുന്നതാണ് ഹൈപ്രോൺസ്. ഏതൊക്കെയാണ്? ലാംഡ പാർട്ടിക്കിൾ. എന്താണ് ലാംഡ പാർട്ടിക്കിൾ? ടേമുകൾ നോക്കണം. ലാംഡ 0. സിഗ്മ പാർട്ടിക്കിൾ, സിഗ്മ പ്ലസ്, സിഗ്മ 0, സിഗ്മ മൈനസ്. പിന്നെ എന്താ? കൈ പാർട്ടിക്കിൾ. കൈ പാർട്ടിക്കിൾ എന്താ? ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കൈ മൈനസ്, കൈ 0. ദെൻ ഫൈനലി ഒമേഗ പാർട്ടിക്കിൾസ്, ഒമേഗ ബാർ. കണ്ടോ? അപ്പോൾ ലാംഡ പാർട്ടിക്കിൾ, സിഗ്മ പാർട്ടിക്കിൾ, കൈ പാർട്ടിക്കിൾ, ഒമേഗ പാർട്ടിക്കിൾ. എസ് സൈലന്റ് ആണ്. കൈ പാർട്ടിക്കിൾ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് പഠിച്ചേ. പാർട്ടിക്കിളുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ബോസോണുകളും ഫെർമിയോണുകളും. ബോസോണുകൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഫോട്ടോൺ, ഗ്രാവിറ്റോൺ, പയോൺ, കയോൺ, ഈറ്റാ മെസോണുകൾ. പയോണുകൾ എന്ന് പറയുമ്പോൾ പൈ പ്ലസ്, പൈ സീറോ, പൈ മൈനസ്. കയോൺ എന്ന് പറയുമ്പോൾ കെ പ്ലസ്, കെ ബാറ്, കെ സീറോ, കെ സീറോ ബാറ്. അതിനുശേഷമുള്ള ഒരാൾ
ഈറ്റ മെസോണുകളാണ് ഈറ്റ 0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ഫെർമിയോണുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, ലെപ്റ്റോണുകളും ബാരിയോണുകളും. ലെപ്റ്റോണുകൾ 12 ആളുകളുണ്ട്. ഇ മ്യൂ ടോ, ഇ ബാർ മ്യൂ ബാർ ടോ ബാർ, മ്യൂ ഇ ന്യൂ ഇ ന്യൂ മ്യൂ ന്യൂ ടോ, അതുപോലെ ന്യൂ ഇ ബാർ, ന്യൂ മ്യൂ ബാർ, ന്യൂ ടോ ബാർ. ഇത്ര ആളുകളാണുള്ളത്. അതിനുശേഷം നമ്മൾ ബാരിയോണിലേക്ക് വരും. ബാരിയോണിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഹൈപ്രോണുകളും അതുപോലെ തന്നെ പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ. ഹൈപ്രോണിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യും ലാംഡ പാർട്ടിക്കിൾ, കൈ പാർട്ടിക്കിൾ, സിഗ്മ പാർട്ടിക്കിൾ ആൻഡ് ഫൈനലി ഒമേഗ പാർട്ടിക്കിൾസ്. ഇത്രയാണ് ബേസിക് എലമെന്ററി പാർട്ടിക്കിളുടെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനാണ് ഏറ്റവും ആദ്യം നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് ഇരുന്ന് ഇത് കാണാതെ പഠിച്ചിട്ട് വേണം ബാക്കിയുള്ള സെക്ഷനിലേക്ക് പോകാൻ. കാരണം ഈ ആളുകൾ നമുക്ക് നല്ല രീതിയിൽ പരിചയം ഉണ്ടെങ്കിൽ, പെട്ടെന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒരു പരിചയമുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അയാളുടെ പ്രോപ്പർട്ടീസ് പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടെടുത്തു കഴിഞ്ഞാലും ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. ഈ എല്ലാ റിലേറ്റീവ്സും കൂടി ഒരുമിച്ച് വരുമ്പോൾ എല്ലാ ആളുകളെയും സെപ്പറേറ്റ് നമുക്ക് നല്ല രീതിയിൽ അറിയാമെങ്കിൽ മാത്രമല്ലേ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാളുടെ അടുത്ത് ഓടി ചെല്ലാൻ പറ്റുന്നതും അയാൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പറയാൻ പറ്റുന്നതൊക്കെ. എന്ന് പറയുന്ന പോലെ പാർട്ടിക്കിളുകൾ വളരെ ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ ചെയ്യേണ്ട പ്രൊസീജിയറുകൾ വളരെ ഈസി ആയിട്ട് മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വീഡിയോ ഇവിടം കൊണ്ട് നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത ശേഷം ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരിക. ഓക്കെ, നമ്മൾ ഓരോ പാർട്ടിക്കിളുകളുടെ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. ആദ്യത്തേത് ഫോട്ടോൺ ആണ്. ഫോട്ടോൺ, സോ ഇൻട്രാക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ ഈ ഇൻട്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയോ, ഈ പാർട്ടിക്കിൾസുകൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ പ്രോട്ടോണും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ന്യൂട്രോൺ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, പ്രോട്ടോണും ന്യൂട്രോണുകളും തമ്മിലും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ഏത് എലമെന്ററി പാർട്ടിക്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഈ എലമെന്ററി പാർട്ടിക്കിളൊക്കെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോണുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോണുകളുടെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ആണ്. ഫോട്ടോണുകൾ എന്ന് പറയുമ്പോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ആണ്, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ആണ് ഫോട്ടോണുകൾ തരുന്നത്. ആൻഡ് ഫോട്ടോണുകളുടെ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഗാമ ടേം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്പിൻ എന്ന് പറയുന്നത് 1 ആണ്. എത്രയാണ്? സ്പിൻ ഈസ് ഈക്വൽ ടു 1 ഫോർ ഫോട്ടോൺസ്. ക്ലിയർ അല്ലേ? ദെൻ ഗ്രാവിറ്റോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ ആണ് ഗ്രാവിറ്റോണുകൾ തരുന്നത്. ദെൻ സിമ്പിൾ ഈസ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ ക്യാപിറ്റൽ G ആൻഡ് ഇറ്റ് സ്പിൻ ഈസ് 2. എന്താണ്? സ്പിന്ന് 2 ആണ്. ഇതൊക്കെ വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന കാര്യങ്ങളാട്ടോ ഈ ഫോട്ടോണും ഗ്രാവിറ്റോണുകളും. അതുകൊണ്ടാണ് അത് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഫോട്ടോൺ എടുത്തു കഴിഞ്ഞാൽ സ്പിന്ന് 1 ആണ്, ഗ്രാവിറ്റോൺ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്പിന്ന് 2 ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഓക്കെ, ഫെർമിയോണുകളെ നമ്മൾ ലെപ്റ്റോണുകളെന്നും ബാരയോണുകളെന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരുന്നു. അപ്പോൾ ലെപ്റ്റോണുകളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള 6 ആളുകളെ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇ എ മ്യൂ ടോ, അതിൻ്റെ ന്യൂട്രിനോ പാർട്ടിക്കിളുകൾ ന്യൂ ഇ ന്യൂ മ്യൂ ന്യൂട്ടോ. ഇതല്ലാതെ 6 പാർട്ടിക്കിൾ കൂടിയുണ്ട്. ഞാൻ ഇത് മാത്രമേ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ ലെപ്റ്റോണുകൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, ലെപ്റ്റോൺസ് ആർ നോട്ട് മെയ്ഡ് അപ്പ് ഓഫ് ക്വാർക്ക്. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ആറ്റം ഉണ്ട്, ആറ്റത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ട്. ഈ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും പിന്നീട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്വാർക്കുകളുണ്ട്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ക്വാർക്കുകൾ എന്ന് പറയുന്നത്, ക്വാർക്സ്. അപ്പോൾ ഇവിടെ ലെപ്റ്റോണുകളുടെ കാര്യത്തിൽ എന്താണ്? ലെപ്റ്റോൺസ് ആർ നോട്ട് മെയ്ഡ് ഓഫ് ക്വാർക്ക്. എന്താണ്? ലെപ്റ്റോണുകൾ ക്വാർക്ക് കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ലൈറ്റ് വെയ്റ്റ്. എന്താണ്? ലൈറ്റ് വെയ്റ്റ്. ദെൻ ഇൻട്രാക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ വരാം, അതുപോലെ ഗ്രാവിറ്റേഷണൽ വീക്ക് ഇൻട്രാക്ഷനും ഇതിൻ്റെ ഉള്ളിൽ വരാം. ഞാനിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം ഈ ലൈറ്റ് വെയ്റ്റ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സാധാരണ ചില പുസ്തകങ്ങളിലൊക്കെ, തയ്യാളിൻ്റെ പുസ്തകങ്ങളിലൊക്കെ എഴുതി കാണുന്ന ഇങ്ങനെയാണ്, തൂവല് പോലെ കനമില്ലാത്ത ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ലെപ്റ്റോണുകൾ. തൂവല് പോലെ കനമില്ലാത്തതെന്ന് പറയുന്നത് തൂവലിൻ്റെ പോലെയാണെന്നല്ല ഉദ്ദേശിക്കുന്നത്, സിംബോളിക്കായിട്ട് പറയുകയാണ്. തൂവല് പോലെ കനമില്ലാത്ത ഒരു വസ്തുവാണ് എന്ത് എന്ന് പറയുന്നത്? ലെപ്റ്റോണുകൾ. പാർട്ടിക്കിൾ, വസ്തു എന്നല്ല, പാർട്ടിക്കിളുകളാണ് ലെപ്റ്റോണുകൾ. സോ ഇറ്റ് ഈസ് ലൈറ്റ് വെയ്റ്റ് പാർട്ടിക്കിൾസ്. ഇൻട്രാക്ഷൻ ഏതൊക്കെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ വരാം, അതുപോലെ തന്നെ വീക്ക് ഗ്രാവിറ്റേഷൻ ഇൻട്രാക്ഷനും ഈ പറയുന്ന ലെപ്റ്റോണുകൾക്കുള്ളിൽ വരാം. അതുപോലെ തന്നെ ലെപ്റ്റോണുകൾ ഒരിക്കലും ക്വാർക്കുകൾ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. യെസ്, നെക്സ്റ്റ് വൺ ഹാഡ്രോൺസ്.
ക്വാർക്സ് ആർ ദി ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഹാഡ്രോൺസ്. അപ്പോൾ എന്താണ് ഹാഡ്രോണുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാർക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന പാർട്ടിക്കിളെ വിളിക്കുന്ന പേരാണ് ഹാഡ്രോൺസ്. എന്താണ് ഹാഡ്രോൺസ്? ക്വാർക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന പാർട്ടിക്കിളെ പറയുന്ന പേരാണ് ഹാഡ്രോണുകൾ. എന്താണ്? ഹാഡ്രോൺസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഹാഡ്രോണുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബോസോണുകളുണ്ട്, ഫെർമിയോണുകളുണ്ട് അല്ലേ? ബോസോണുകളാണ് ഈ ഒരു ഇതിനകത്ത് കാണുന്നത്, ഫെർമിയോണുകളാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഫെർമിയോണുകളിൽ നമ്മൾ കുറേ ആളുകൾ എടുക്കുന്നുണ്ട് ലെപ്റ്റോണുകൾ, ഇലക്ട്രോണ്, ന്യൂട്രിനോ പാർട്ടിക്കിൾ എല്ലാമാണ് ലെപ്റ്റോണുകൾ. ആ ലെപ്റ്റോണുകൾ നമുക്ക് വേണ്ട, കാരണം ലെപ്റ്റോണുകൾ ക്വാർക്കുകൾ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെപ്റ്റോണുകൾ എന്തല്ല? ഹാഡ്രോണുകളല്ല. ക്ലിയർ അല്ലേ? ഇനി ഫോട്ടോണും അതുപോലെ ഗ്ലൂവോണും ഹിഗ്സ് ബോസോൺ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്തല്ല? ക്വാർക്ക് കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് മാറ്റി നിർത്താം സൈഡിലേക്ക്. ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ കൺസിഡർ ചെയ്തേ, അതായത് മെസോണുകൾ, അതായത് പയോൺ, കയോൺ, ഈറ്റ മെസോണുകൾ, അതോടൊപ്പം തന്നെ ബാരിയോൺസ്, പ്രോട്ടോണ്, ന്യൂട്രോണ്, കൈ പാർട്ടിക്കിൾ, ഒമേഗ പാർട്ടിക്കിൾ, സിഗ്മ പാർട്ടിക്കിൾ, ഇതെല്ലാം ചേരുന്നതാണ് എന്ത്? ഹാഡ്രോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫെർമിയോണുകളെ എല്ലാ ആളുകളെയും എടുക്കേണ്ട ആവശ്യമില്ല. ഫെർമിയോണുകളിലുള്ള ലെപ്റ്റോണുകളെ ഒഴിവാക്കാം നമുക്ക്. അതുപോലെ തന്നെ ബോസോണുകൾ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോണും ഗ്രാവിറ്റോണും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ. അപ്പോൾ ഫെർമിയോണുകൾ ബാക്കിയുള്ള ആളുകളെയും ബോസോണുകൾ ബാക്കിയുള്ള ആളുകളെയും കൂടി പരസ്പരം ചേർത്ത് എഴുതുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹാഡ്രോൺസുകൾ എന്ന് പറയുന്നത്. ഹാഡ്രോൺസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് എഴുതി വയ്ക്കാം ഹാഡ്രോണുകൾ. ഇപ്പം മെസോണുകൾ പൈ പ്ലസ്, പൈ പ്ലസ്, പൈ സീറോ, പൈ മൈനസ്, അതുപോലെ തന്നെ കെ പ്ലസ്, അതുപോലെ കെ ബാറ്, കെ സീറോ ബാറ്, കെ സീറോ, കോമ പി പ്ലസ്, പി മൈനസ്, എൻ സീറോ ബാറ്, അതുപോലെ തന്നെ ഒമേഗ പാർട്ടിക്കിൾ, സിഗ്മ പ്ലസ്, സിഗ്മ സീറോ, സിഗ്മ മൈനസ്, പിന്നെ കൈ പാർട്ടിക്കിൾ, കൈ സീറോ, കൈ ബാറ്, അല്ലെ കൈ ബാറ്, കോമ ലാംഡ പാർട്ടിക്കിൾ, ഈറ്റ പാർട്ടിക്കിൾ, ഈറ്റ സീറോ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ന്യൂട്രോൺ, പ്രോട്ടോൺ, സിഗ്മ, ഒമേഗ, കൈ, 1 2 3, ഇത്രയും പാർട്ടിക്കിൾ. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ലെപ്റ്റോണുകൾ ഒഴിവാക്കുക, ഫോട്ടോണും ഗ്രാവിറ്റോണിനെയൊക്കെ ഒഴിവാക്കുക, ബാക്കിയുള്ള എല്ലാ ആളുകളും ചേരുന്നതാണ് എന്ത്? ഹാഡ്രോണുകൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാഡ്രോണുകൾ. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാം താഴെ തന്നിരിക്കുന്നതിൽ ഹാഡ്രോൺ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഹാഡ്രോൺ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഹാഡ്രോണുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ബേസിക്കലി നമ്മൾ ലെപ്റ്റോണുകളെയും ഫോട്ടോണിനെയും ഗ്രാവിറ്റോണിനെയും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആളുകളെയും ചേർത്തിട്ടാണ് ഹാഡ്രോണുകൾ എന്ന് പറയുന്നത്. ഹാഡ്രോണുകളെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹാഡ്രോണുകൾ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പാർട്ടിക്കിളുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്വാർക്കാണ്. അല്ലെങ്കിൽ ക്വാർക്ക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഹാഡ്രോണുകൾ എന്ന് പറയുന്നത്. കേട്ടോ? അടുത്തത് ഹൈപ്രോൺസ് ആണ്. ഹൈപ്രോൺസ് ആർ ദി എക്സ്ട്രീംലി അൺസ്റ്റേബിൾ ആൻഡ് ഓൾസോ ഹെവി. നമുക്ക് ഹൈപ്രോണുകളെ കുറിച്ചൊന്നും സംസാരിക്കാനില്ല, ബിക്കോസ് ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. സോ നമ്മുടെ സിലബസിൽ ഒരു കാര്യമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. സോ നമുക്ക് എപ്പോഴും ഹാഡ്രോണുകളെ മാത്രം നോക്കി പോവാം. യെസ്, അപ്പോൾ പാർട്ടിക്കിളുകളുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ബേസിക് ആയിട്ട് അതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ വീണ്ടും ഒരു ചെറിയ കാറ്റഗറൈസേഷൻ ചെയ്യാം ഹാഡ്രോണുകൾ എന്ന് പറഞ്ഞ്. ഹാഡ്രോണുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പറയുന്ന പാർട്ടിക്കിളുകളുടെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടീസ് ആണ്. എന്താണ്? ഇൻട്രിൻസിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, അടുത്തത് എന്താ? ലെപ്റ്റോൺ നമ്പർ ആണ്. എന്താണ്? ലെപ്റ്റോൺ നമ്പർ. ഓക്കെ, lepton number is associated with leptons. എന്താണ്? lepton number is associated with leptons. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ലെപ്റ്റോണുകൾ ആരൊക്കെയായിരുന്നു? ഇലക്ട്രോൺ, മ്യൂ പാർട്ടിക്കിൾ, ന്യൂട്രിനോ ഇലക്ട്രോൺ, മ്യൂ ന്യൂട്രിനോ, ടോ ന്യൂട്രിനോ, അതുപോലെ അവയുടെ ആന്റി പാർട്ടിക്കിളുകളും. അപ്പോൾ ഇ ബാർ, മ്യൂ ബാർ, ടോ ബാർ, ന്യൂ ഇ, ന്യൂ മ്യൂ, ന്യൂട്ടോ, ഇതിനെല്ലാം
+1 ആയിരിക്കും എന്ത് വരുന്നത്, ലെപ്റ്റോൺ നമ്പർ വരുന്നത്. ഓക്കെ ഓക്കെ ഇ ബാർ മ്യൂ ബാർ ടോ ബാർ ന്യൂ ഇ ന്യൂ മ്യൂ ന്യൂ ടോ ഈസ് ഈക്വൽ ടു +1. ഇ പ്ലസ് മ്യൂ പ്ലസ് ടോ പ്ലസ് ന്യൂ ഇ ബാർ ന്യൂ മ്യൂ ബാർ ന്യൂ ടോ ബാർ ഈസ് ഈക്വൽ ടു -1. സോ ഇതാണ് നമ്മുടെ ലെപ്റ്റോൺ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊരു നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് പറയില്ലേ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ സ്പിന്ന് പറയില്ലേ, അതുപോലൊരു നമ്പറിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെപ്റ്റോൺ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലെപ്റ്റോൺ നമ്പർ ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ലെപ്റ്റോൺസ്. മറ്റാളുകൾക്ക് ലെപ്റ്റോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റാളുകൾക്ക് ലെപ്റ്റോൺ നമ്പർ 0 ആണ്. ലെപ്റ്റോൺ നമ്പർ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ലെപ്റ്റോണുകൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വാണ്ടം നമ്പർ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ ലെപ്റ്റോണിനെ സംബന്ധിച്ചിടത്തോളം ലെപ്റ്റോണിന് മാത്രമേ ലെപ്റ്റോൺ നമ്പർ നമ്മുടെ കയ്യിലുള്ളൂ. സോ നമ്മുടെ കയ്യിലുള്ളൂ എന്നല്ല, അങ്ങനെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിക്കണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പഠിക്കണ കാര്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് വയ്ക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇ ബാറ് മ്യൂ ബാറ് ടോ ബാറ്. ഇനി ബാറില്ലാത്ത ഇതിൻ്റെ ന്യൂട്രിനോകൾ, ബാറില്ലാത്ത ന്യൂട്രിനോകൾ എന്ന് പറയുമ്പോൾ മ്യൂ ന്യൂ മ്യൂ ഇ മ്യൂ ന്യൂ മ്യൂ ടോ, ഇത്രയാണ്. ഇതിൻ്റെ എല്ലാം ലെപ്റ്റോൺ നമ്പർ +1 ആയിരിക്കും. കണ്ടോ എങ്ങനെ ഓർത്തിരിക്കുന്നത്? ബാറുള്ള പാർട്ടിക്കിളുകൾ, ലെപ്റ്റോണുകൾ, ബാറുള്ള ലെപ്റ്റോണുകളുടെ +1 ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ്? ബാറുള്ളതിന് +1 ആയിരിക്കും. സാധാരണ ബാറില്ലാത്തതിന് +1 എന്നല്ല നമ്മൾ ഓർഡിനറി പറയുന്നത്, ഇത് ഓർഡിനറി അല്ല. ബാറുള്ളതിന് +1 ആയിരിക്കും. അപ്പോൾ ബാറില്ലാത്ത ന്യൂട്രിനോളും ആ കാറ്റഗറിയിൽ പെടണം എന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. കണ്ടോ? ഇനിയിപ്പോൾ എന്താ? ഇ പ്ലസ് മ്യൂ പ്ലസ് ടോ പ്ലസ് കോമ ബാറുള്ള ന്യൂട്രിനോള് ന്യൂ ഇ ബാറ് ന്യൂ മ്യൂ ബാറ് ന്യൂ ടോ ബാറ് ഈസ് ഈക്വൽ ടു -1. കണ്ടോ? പ്ലസ് വരുമ്പോൾ മൈനസ്. അപ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ ന്യൂട്രിനോൺ എഴുതുമ്പോൾ അതിൻ്റെ ബാറുള്ള ന്യൂട്രിനോൺ എഴുതണം. കണ്ടോ? അങ്ങനെ വേണം പഠിക്കുക. ഒന്നുകൂടെ പറയാം. ട്രിക്കൊന്നുമില്ല, ഒന്ന് എല്ലാം കൂടി ഓരോന്നോരോന്ന് പഠിക്കണ്ടല്ലോ, കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാമല്ലോ. ആദ്യം എഴുതുന്നത് എന്താ? ബാറുള്ള പാർട്ടിക്കിൾ ഇ ബാറ് മ്യൂ ബാറ് ടോ ബാറ് എത്ര ആയിരിക്കണം? ബാറുള്ളതിന് +1 ആയിരിക്കണം. അപ്പോൾ ബാറില്ലാത്ത ന്യൂട്രിനോൺ എഴുതണം. ന്യൂ ഇ ന്യൂ മ്യൂ ന്യൂ ടോ +1. ഓക്കെ, ഇനിയിപ്പോൾ എന്താ? പ്ലസ് ഉള്ളത് ഇ പ്ലസ് മ്യൂ പ്ലസ് ടോ പ്ലസ്. ബാറുള്ള ആളുകൾ ന്യൂ ഇ ബാറ് ന്യൂ മ്യൂ ബാറ് ന്യൂ ടോ ബാറ് ഇസ് ഈക്വൽ ടു -1. കണ്ടോ? സോ ഇങ്ങനെയാണ് നമ്മൾ ലെപ്റ്റോൺ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് എന്ത്? ലെപ്റ്റോൺ നമ്പർ എന്ന് പറയുന്നത്. എന്താണ്? ലെപ്റ്റോൺ നമ്പർ. ക്ലിയർ അല്ലേ? ബാറുള്ളതിന് +1, ബാറില്ലാത്ത അതിൻ്റെ ന്യൂട്രിനോക്കും +1 തന്നെ, പ്ലസ് ഉള്ളതിന് -1, ബാർ ഉള്ളതിന് -1. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണ്? ഇത്രയും പഠിച്ചാൽ മതി. ഇ ബാറ് മ്യൂ ബാറ് ടോ ബാറ് +1 ആണ്. അപ്പോൾ ബാക്കി ഓൾറെഡി എഴുതാൻ പറ്റുമല്ലോ. അതിൻ്റെ ബാറില്ലാത്ത ആളുകൾ കൂടെ വരണം എന്ന് മനസ്സിലാക്കുക. കണ്ടോ? ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാം നമുക്ക് ടോ പ്ലസിൻ്റെ ലെപ്റ്റോൺ നമ്പർ എത്രയാണ്? ടോ പ്ലസിൻ്റെ ലെപ്റ്റോൺ നമ്പർ. അപ്പോൾ നമ്മളിങ്ങനെ കാണാതെ പഠിക്കുവാണ്. ഇപ്പോൾ ഇ ബാറ് മ്യൂ ബാറ് ടോ ബാറ് ന്യൂ ഇ ന്യൂ ന്യൂ ടോ ഈസ് ഈക്വൽ ടു +1, അല്ലെങ്കിൽ ഇ പ്ലസ് മ്യൂ പ്ലസ് ടോ പ്ലസ് ന്യൂ ഇ ബാറ് ന്യൂ മ്യൂ ബാറ് ന്യൂ ടോ ബാർ ഈസ് ഈക്വൽ ടു -1. ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൊന്ന് പഠിച്ചു നോക്ക്, വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ഇൻട്രൻസിക് പ്രോപ്പർട്ടി ബാരിയോൺ നമ്പറാണ്. അപ്പോൾ ബാരിയോൺ നമ്പർ എന്ന് പറയുമ്പോൾ ഈ നമ്പർ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആരുമായിട്ടാണ്? ബാരിയോണുകൾ ആയിട്ടുമാണ്. അപ്പോൾ നമ്മൾ മെസോണുകളെ കുറിച്ച് സംസാരിച്ചു. മെസോണുകൾ എന്ന് പറയുന്നത് പയോൺ, കയോൺ, ഈറ്റ മെസോൺസ്. ഇതാണ് മെസോൺസ് എന്ന് പറയുന്നത്. മെസോണുകൾക്ക് ബാരിയോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാരിയോൺ നമ്പർ ഇല്ല. കാരണം ബാരിയോൺ നമ്പർ എപ്പോഴും അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആരുമായിട്ടായിരിക്കും? ബാരിയോൺസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ആളുകളുമായിട്ടും ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ബാരിയോണുകൾ നിങ്ങളിപ്പോൾ P+, N0, λ0, സിഗ്മ പ്ലസ്, സിഗ്മ 0, സിഗ്മ മൈനസ്, അതുപോലെ chi0, chi ബാറ്, ഒമേഗ പാർട്ടിക്കിൾ ഈക്വൽ ടു എന്താണ്? +1 ആണ്. എത്രയാണ്? +1. കണ്ടോ? എത്രയാണ്? +1 വാല്യൂ.
ഇനി പി ബാർ എൻ ബാർ അല്ലെങ്കിൽ പി ബാർ N0 ബാർ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? -1 ആണ് ഈ പറയുന്ന ബാരിയോൺ നമ്പർ. അപ്പോൾ ഇതെല്ലാം കൂടി നിരത്തി പിടിച്ച് പഠിക്കുന്നതിന് പകരം എന്ത് മാത്രം പഠിച്ചാൽ മതി? ഇത് മാത്രം പഠിച്ചാൽ മതി. ഈ ആളുകൾ, അതായത് നെഗറ്റീവ് ഉള്ള രണ്ടാളുകളേ ഉള്ളൂ. അപ്പോൾ ആ രണ്ടാളുകൾക്ക് നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ബാക്കിയുള്ള ബാരിയോണുകൾക്കെല്ലാം എത്രയായിരിക്കും? +1 ആയിരിക്കും. അല്ലാതെ ഇതെല്ലാം കൂടി നിരത്തി പിടിച്ച് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് മാത്രം ചെയ്താൽ മതി? ഈ പറയുന്ന പി ബാറിനും N0 ബാർ, എൻ ബാർ ഓർ N0 ബാർ, ആ ചാർജ് കാണിക്കാനാണ് 0 റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പി ബാറും N0 ബാറിനും എത്രയാണ്? -1 ആണ്. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും എത്രയായിരിക്കും? +1 ആയിരിക്കും ബാരിയോൺ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇൻട്രൻസിക് പ്രോപ്പർട്ടി കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ഇൻട്രൻസിക് പ്രോപ്പർട്ടിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.